അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഇന്ന് കാണുന്ന നമ്മുടെ ബുറുദയും ബുറുദ മജ്ലിസുകൾ, പുതിയ തലമുറക്കുള്ള ആ വല്ലാത്ത മജ്ലിസുകൾ, അതിന് തുടക്കം കുറിച്ചത് ശൈഖുനയാണ്. കുണ്ടൂരിൽ വെച്ചാണ് തുടക്കം കുറിക്കുന്നതും ആ ദഫ്മുട്ടിയുള്ള ബുറുദയുടെ മജ്ലിസ്. അപ്പോൾ ഒരു വാരിക, ആഴ്ചയിൽ ഇറങ്ങുന്ന ഒരു വാരിക, ആ വാരിക എഴുതിയതും ആ ലഫ്ളി അങ്ങനെ വായിക്കാം. ഒരു വൈദ്യരും കുറേ ചെണ്ടക്കാരും ചെണ്ട കൊട്ടിക്കാർ എന്ന് എഴുതി. അത് ഉസ്താദിൻ്റെ അരികിൽ ചെന്ന് എത്തി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒന്നും വേണ്ട, അത് നിന്ന് വയ്ക്കോളും, അത് നിന്നോളും എന്നാണ്. പിന്നെ ആ പത്രം, ആ വാരിക ഇതുവരെ പൊങ്ങിയിട്ടില്ല. മലയാള മണ്ണിൽ വെളിച്ചം കണ്ടിട്ടില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, വൈദ്യരും ഉസ്താദിനെ കുറിച്ച് എഴുതിയത്, ഒരു വൈദ്യരും കുറേ ചെണ്ട കുട്ടിക്കാരും. അപ്പോൾ അത് എഴുതിയപ്പോൾ ഉസ്താദ് ഒന്നുമില്ല, വെറുപ്പൊന്നുമില്ല, ഈ പദം പ്രയോഗിച്ചു. പിന്നെ ആ പത്രം പ്രകാശം, ഈ ഭൂമിയിൽ അതിൻ്റെ പ്രകാശം കണ്ടിട്ടില്ല. അത് വല്ലാത്ത വിഷയമാണല്ലോ. നമ്മുടെ SSFൻ്റെ കുട്ടികൾ, അൽഹംദുലില്ലാഹ്, ആ കുട്ടികളുടെ എല്ലാമാണ് റിസാല. മാസത്തിൽ ഇറങ്ങിയിരുന്ന റിസാല. അത് സാമ്പത്തിക പ്രതിസന്ധി കാരണം കൊണ്ട് നിന്നപ്പോൾ ഒരു മാസം ഇറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് റസാഖ് സാഹിബിനെ പോലെ, കൊച്ചി അബ്ദുൾ റസാഖ്, നമ്മുടെ SSFൻ്റെ കുട്ടികൾക്കൊക്കെ അറിയാം. റസാഖ് സാഹിബിനെ പോലെയുള്ളവർ അന്നത്തെ നേതൃത്വത്തോട് ചെന്നിട്ട് പറഞ്ഞു, നേതൃത്വം പറഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്കിത് വാരികയൊക്കെ ഇറക്കിക്കൂടെ? മാസികയൊക്കെ ഇറക്കാൻ കഴിയാത്ത പത്രം അതെങ്ങനെ ആഴ്ചയിൽ പിന്നെ ഇറക്കുക? എന്താ അബ്ദുൾ റസാഖ് കടാന്തരം നടന്നിട്ട് കൈ നീട്ടിയിട്ട് അത് വാരികയൊക്കെ ഇറക്കാൻ ഒരുങ്ങും. അനുവാദം കിട്ടിയാൽ മതി. കടാന്തരം നടന്നു, കൈ നീട്ടി. SSFൻ്റെ കുട്ടികൾ സാഹിത്യോത്സവമൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ വരലില്ലേ? നിങ്ങളൊക്കെ പൈസ കൊടുക്കലില്ലേ? ഒന്ന് മൂളിയാ ബീവിങ്ങളെ, പൈസ കൊടുക്കുമാണോ? ആ കുട്ടികൾ ചെയ്യുന്ന ദഅവത്ത് ചെറുതൊന്നല്ലല്ലോ. അങ്ങനെ കടാന്തരം നടന്നിട്ട് പൈസ പിരിച്ചു, വാരികയൊക്കെ ഇറക്കി. ആ വാരികയുടെ ഒരു കോപ്പി എടുത്തിട്ട് നേരെ കുണ്ടൂരിൽ വന്നു, ശൈഖുനാന്റെ ചാരത്ത് വന്നു. ശൈഖുൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇത് ഞങ്ങളുടെ SSFൻ്റെ കുട്ടികളുടെ പത്രമാണ്, ഇത് നിന്നിരുന്നു, ഇതിപ്പോൾ ഇറങ്ങിയതാണ്. ഉസ്താദ് ഉടനെ പറഞ്ഞു, മക്കളെ, ഇനിയത് നിൽക്കൂല. ആ പത്രം നടന്നു, ആ പത്രം ഓടി. ഇന്ന് ധാരാളം അറബി നാടുകളും മറ്റു രാഷ്ട്രങ്ങളിലുമായി പറന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസി റിസാല. ആ പത്രം പിന്നെ നിന്നിട്ടേ ഇല്ല. അതാണ് അനുജന്മാരെ ശൈഖുന കുണ്ടൂർ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. സിറാജ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ, ഇപ്പോൾ ജന്മമാസം തൊട്ട് അടുത്തിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ സിറാജ് ദിനപത്രം ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, സൂഫി വര്യന്മാരുടെ ഖൽബ് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദടക്കം, കോട്ടുമൽ ഉസ്താദടക്കം, ശംസുൽ ഉലമ അടക്കം ആദ്യത്തെ സിറാജ് പത്രം ഇറങ്ങിയപ്പോ അവിടെ ആശംസകൾ എഴുതിയത് കാണാം. ആ മഹാന്മാരുടെ ആശംസകൾ അൽഹംദുലില്ലാഹ്. EK ഹസൻ മുസ്ലിയാർ പറയും, AP ഉസ്താദ് അടക്കമുള്ളവരോട്, നമുക്കൊരു പത്രം വന്നാൽ, ഒരു പത്രം എന്താണ് കാരണം? വസന്തമാസം വരുമ്പോൾ, യാ റബീഅ്, വസന്തമാസം വരുമ്പോൾ ഏതെങ്കിലും ഒരു പത്രം യാ റബീഅ് സന്തോഷിപ്പിക്കാൻ, ആശിഖീങ്ങളുടെ ഹൃദയമൊന്ന് തുടിപ്പ്, മഹബത്തുണ്ടാക്കാൻ ഒരു ചെറിയ ഒരു വരി എഴുതാൻ മലയാള മണ്ണിൽ ഒരു മലയാള പത്രം ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. മറിച്ച് എഴുതാനുണ്ട്, കൊഞ്ഞരം കാണിച്ചെഴുതിയവരുണ്ട്, കളിയാക്കി എഴുതിയവരുണ്ട്, മീലാദ് ദിനം, ജന്മദിനം പരിഹസിച്ചെഴുതിയവരുണ്ട്. മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളുടെ കൽബാണ് പൊട്ടുന്നത്, അവിടെ മനസ്സാണ് വിറങ്ങലിക്കുന്നത്. പക്ഷേ ആ പത്രം അതങ്ങ് പുറത്തു വന്നപ്പോഴുണ്ടായൊരു സന്തോഷം. മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് കോഴിക്കോട് ചെന്നിട്ട് 100 പത്രം, ഇത് പുതിയ തലമുറയിൽ SSFൻ്റെ കുട്ടികളടക്കമുള്ളവർക്ക്, SYSൻ്റെ പ്രവർത്തകർക്ക് വല്ലാത്ത മാതൃകയാണ്. ശൈഖുന ചെന്നു, കോഴിക്കോട് ചെന്നിട്ട് പറഞ്ഞു, 100 പത്രം ഞാൻ ഓരോ വീടാന്തരം നടന്ന് ഞാൻ കൊടുക്കും, ഞാൻ അതിൻ്റെ ഏജൻസിയാണ്. ഉസ്താദ് ചെന്ന് പറഞ്ഞു, അത് ഏറ്റെടുത്തു. അങ്ങനെ വെന്നിയൂര് ചെന്ന് നിൽക്കും, ഒരു വാഹനം വരാനുണ്ട്. പല പത്രങ്ങളും, മജീദോലരെ പല പത്രങ്ങളും ഒരു വാഹനത്തിൽ, ആ വാഹനം കാത്തിരിക്കുന്നു ഉസ്താദ്. ബെന്നിയൂരങ്ങാടിയിൽ വെച്ച പത്രം കിട്ടിയാൽ
അത് തലയിലേറ്റിയിട്ട് ഓരോ വീട് വീടാന്തരം ചെന്ന് കുണ്ടൂര് വരെ നടക്കും. ബെന്നിയൂരിൽ നിന്ന് കുണ്ടൂര് വരെ നടക്കും. എന്നിട്ട് പ്രവർത്തകരോട് പറയും, മക്കളെ, ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാം. സുൽത്താൻ ഉലമ പറയും, അഹ്ലുസുന്നയുടെ റൂഹാണ് സിറാജ്. സിറാജ് ദിനപത്രം 100 കോപ്പി തലയിലേറ്റിയിട്ട് ഒന്ന് ആലോചിച്ചൊന്ന് കോർത്തു നോക്കൂ. നമുക്കൊക്കെ ചുറ്റുപാടാണ്, നമുക്ക് തിരക്കുകളാണ്, നമുക്ക് പ്രശ്നങ്ങളാണ്. പക്ഷേ സിറാജ് പത്രം തലയിലേറ്റിക്കൊണ്ട് നടന്നിരുന്ന കാഴ്ചകള് പ്രസ്ഥാനത്തിന് മഹബത്ത് വെച്ചതും പ്രസ്ഥാനത്തിന് കൽബിൽ ഇറക്കി വെച്ചതും നേതൃത്വത്തോടുള്ള ആദരവും അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാന മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ശൈഖുനയെ കുറിച്ച് സ്മരിച്ച ചില കാര്യങ്ങൾ ഒരു 4-5 ഉസ്താദുമാരെ ഞാനിങ്ങനെ വായിക്കാം. ഞാനൊരു 15 ഉസ്താദുമാരെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സാഹചര്യം അറിയാം, 9:30 മണി. കൂടുതൽ പ്രയാസപ്പെടുത്താൻ പറ്റൂല, ചടപ്പിക്കാനും പറ്റൂല. അതിൽ ഒന്ന് തന്നെ തിരുവങ്ങാടി ബാപ്പുസ്താനെ ഞാൻ പറയാൻ പോകുന്നത്. ബാപ്പുസ്താദ് എന്ന് പറഞ്ഞാൽ ബാപ്പുസ്താദും കുണ്ടൂർ ഉസ്താദ് ഒരു വല്ലാത്ത ജീവിതമാണ്, ഒരു വല്ലാത്ത ആഴമുള്ള ഒരു ജീവിതമാണ്. നോക്കി നിങ്ങൾ, ഈ ഭക്ഷണങ്ങളൊക്കെ അത് ഒരുപാട് ആളുകളോടെ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം കഴിക്കുന്നുണ്ട്. കഴിക്കാത്തവർക്കൊക്കെ ഭക്ഷണം കിട്ടുകയും ചെയ്യും. അതാണ് ഈ തണലിൻ്റെ പ്രത്യേകത. ഈ തണലിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഭക്ഷിപ്പിക്കുക, നല്ലോണം ഭക്ഷിപ്പിക്കുക. ജീവിതകാലത്ത് അങ്ങനെയാണ്. നീണ്ട വർഷങ്ങളോളം ഗൗസുൽ ആലം തങ്ങൾ ആബിദായി അവിടുന്ന് നാട് വിട്ടുപോയി വേറെ രൂപത്തിൽ ജീവിച്ച അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് 1 ലക്ഷത്തോളം ദാഇകളെ ഗൗസുൽ ആലം തങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച് അക്കൂട്ടത്തിൽ ശൈഖുന ബഹുമാനപ്പെട്ടവരോട് ഖുതുബുൽ അഖ്താബ് തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിത കാലയളവിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു ഇബാദത്ത് എന്തായിരുന്നു ചോദിച്ചു. ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, ഇത്ആമു തആം, ഭക്ഷിപ്പിക്കാൻ കഴിയാൻ. അതന്നെയാണ് ശൈഖുന ചെയ്യുന്നത്. ജീവിതകാലത്ത് നല്ലോണം ഭക്ഷിപ്പിച്ചിരിക്കണം. അവിടുത്തെ ഭക്ഷണം കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല നമ്മളെ പരിസരത്ത്. അതുപോലെ തന്നെ വഫാത്തിന് ശേഷം ആരാണ് എത്രയാണ് ഇവിടെ എത്രയപ്പോൾ അറുത്തു കൂട്ടുന്നത്, അതൊക്കെ കഴിപ്പിക്കുകയാണല്ലോ. ഉച്ചക്കും ഭക്ഷണം, രാത്രിയും ഭക്ഷണം. ആരും ഇവിടെ ഭക്ഷണം കഴിക്കാതെ പോവില്ല. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ട് തന്നെ പോകുന്നു. കിട്ടാത്തൊരു അറിയാത്തവരുടെ പറയുന്നത് കഴിച്ചിട്ടേ പോകാവൂ, നല്ലോണം കഴിച്ചിട്ടേ പോകാവൂ. അതിവിടുത്തെ സ്ഥിതി അങ്ങനെ. ശൈഖുനയുടെ മജ്ലിസിൻ്റെ അവസ്ഥയും അങ്ങനെയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, 9:30 മണി ആയതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പം എനിക്കറിയില്ല. ഞാനിങ്ങനെ 15 മഹാന്മാർ ഉസ്താദിനെ കുറിച്ച് വഫാത്തിന് ശേഷം പറഞ്ഞ ചില വാക്കുകൾ വിശദീകരിക്കുന്നില്ല, വാക്കുകൾ ഇങ്ങനെ വായിച്ചു പോകാനേ ഉള്ളൂ. അത് ഒന്ന്, തിരുവങ്ങാടി ബാപ്പുസ്താദിനെ പറയാം, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ബാപ്പുസ്താദ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജീവിതമാണല്ലോ. ചെമ്മാട്ടങ്ങാടിയിലൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഒരു പഴയ തുണി ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ നിങ്ങൾ ആരാ, വല്ലാത്തൊരു മഹാന് നിങ്ങളിങ്ങനെ. അപ്പോൾ ഓഹോ, മോലിയമാരെ കിബിറിന് വക്കാറ് എന്നാ പറയുക, നിങ്ങൾ വക്കാറ് നടക്കണ്ടേ വെച്ചു ബാപ്പുസ്താനോട്. ഓഹോ, മോലിയമാരെ കിബിറിന് വക്കാറ് എന്നാ പറയാല്ലേ, ഓഹോ എന്ന് പറഞ്ഞു. ബാപ്പുസ്താന് അത് വല്ലാത്തൊരു വിഷയമാണ്. ബാപ്പുസ്താദിൻ്റെ ശൈലി ആൾ പ്രായമാണെങ്കിലും SSFകാരുടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലിയാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ ചമ്മാട് പള്ളിയിലൊരു പരിപാടി അടക്കുകയാണ്. ആ പള്ളി പരിപാടി അടക്കുമ്പോൾ ഒരു ആമുഖ ദുആ, ഒരാൾ ദുആ ആയിരുന്നു. എന്തിനാ പറയുന്നവർ ഇവിടെ ചടപ്പിക്കണ ഇത് ഉസ്താദിൻ്റെ ഹദറത്തിൽ. കാരണം അവിടുത്തെ ദുആയും അവിടുത്തെ എല്ലാം ചടപ്പിക്കുന്ന സംഭവമേ അല്ലല്ല. അങ്ങനെ ഒരു വിഷയം അവിടുത്തെ ജീവിതത്തിൽ കാണൂല. ബാപ്പുസ്താദിൻ്റെ കഥകൾ അങ്ങനെയാണ്. അപ്പോൾ ബാപ്പുസ്താദ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരാളിങ്ങനെ ദ്വായിരുന്നു, കുറച്ച് നീണ്ടുപോയി. ദ്വാ വല്ലാത്തൊരു ഇബാദത്താണ്. പക്ഷെ അസ്ഥാനത്തൊരു ഇടങ്ങാറ് തന്നെയാണ്. അസ്ഥാനം ചില ചെറുപ്പക്കാരൊക്കെ ആമീന്ന് കേൾക്കും. കേട്ടാ തോന്നുന്നത് ഇഖ്ലാസ് കൊണ്ടല്ല, ഒന്ന് നിർത്തി മൊയിലേരെ എന്നുള്ള അർത്ഥത്തിനാണ്. ഒന്ന് നിർത്തി മൊയിലേരെ ആ അർത്ഥത്തിനാണ് ആ ആമീൻ പറച്ചിലുണ്ടാവുക. അപ്പോൾ ദ്വാ ഇങ്ങനെ നീളാന്ന് കേട്ടപ്പോൾ നമ്മളെ തിരുവേങ്ങാടി ബാപ്പുസ്താദേ, ആരൊക്കെ പൊന്മുസ്താദ് ഇരിക്കണത്, ബഹുമാനപ്പെട്ട ശൈഖുന നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള ചെറുശോല ഉസ്താദൊക്കെ ലൈനിരിക്കണം. അവിടെ ബാപ്പുസ്താദുണ്ട്. അപ്പം നേരെ ബേക്കിലെ ലയിലേക്ക് ചൂടിയിട്ട് ഒരു മൊയിലേരോട്, ഒരു ഉസ്താദിനോട്, ഹലോ മൊയിലേരെ, ഒരു ചായ അടിച്ചിട്ട് വരില്ലേ, ഒരു കട്ടൻ കുടിച്ചിട്ട് വരില്ലേ. അതിനെ തോണ്ടി ആ ഉസ്താദിനെ കൂട്ടിയിട്ട് മെല്ലെ പുറത്തു വിട്ട് ബാപ്പുസ്താദ് പറയാ, ഹോ ആമീൻ പറഞ്ഞിട്ടേ 2 നരമ്പ് കടഞ്ഞോറും. ബാപ്പുസ്താദ് പറയാ, ഒരു പെട്ടിക്കടയിൽ പോയി ചായ അടിച്ചു. അപ്പോൾ പറഞ്ഞു റബ്ബനാത്തിനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് പറയാ, പോലിമൊയിലേരെ ഇനി സുമ്മയിലാഹദറത്തെ അടിക്കൊണ്ടോ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അസ്ഥാനത്തെ ദ്വാ
നേരിച്ച് ബദർ സാദാത്ത് തങ്ങളുപ്പാപ്പ, ബായാർ തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ മഹാന്മാരായ സാദാത്തുക്കളൊക്കെ ദ്വാരക്കുമ്പോൾ അത് ഒന്ന് നിർത്തിക്കിട്ടിയാൽ പെട്ടെന്ന് നിന്ന് കിട്ടിയാൽ സങ്കടക്കാരാണ്. അല്ലോ അത് പെട്ടെന്ന് നിന്നുപോയല്ലോ. അപ്പം അസ്ഥാനത്തുള്ളതാണ്. ഉസ്താദിൻ്റെ ദ്വാരച്ചപ്പോൾ ദ്വാരക്ക് മജ്ലിസ് കൊണ്ടുപോയിട്ടുണ്ട്. റബ്ബനാത്തിന ഫിദ്ദുനിയ തിരിച്ചു വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു മജ്ലിസ്, ഒരു വീട്ടിൽ കാര്യമായിട്ട് കൊണ്ടുപോയതാണ്. ഉസ്താദിനെ കൊണ്ടുപോയി റബ്ബനാത്തിന ഫിദ്ദുനിയ ഒറ്റ പോലെയുള്ള പോകുന്നു. എല്ലാവരും ഇങ്ങനെ മേപ്പെട്ടൊക്കെ ഇരിക്കണം. പക്ഷെ ആ ദ്വാര മതി, അതൊരു വല്ലാത്ത. അപ്പോൾ വാപ്പുസ്താദ് തിരുവങ്ങാട് വൈലത്തൂർ വൈലത്തൂർ തങ്ങളുപ്പാപ്പ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ല. അങ്ങനെ കുറേ ആളുകൾ. ഏതായാലും ഞാനൊരു 4-5 മഹാന്മാരെ പറയാം. അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ, അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശൈഖുന ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ വഫാത്തിന് ശേഷമുള്ള ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ അവിടുന്ന് കുറിപ്പ്, ആ കുറിപ്പുകൾ ഉണ്ട് താനും, കുറിപ്പിലും എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ആഷിഖേ റസൂൽ, ആഷിഖേ റസൂൽ. കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് എന്നിട്ട് ഉസ്താദ് എഴുതിയത്, ആ എഴുതിയതൊന്നും വായിച്ച അങ്ങനത്തുണ്ടല്ലോ കുറിപ്പുകൾ. ഉസ്താദ് എഴുതിയതുണ്ട്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആരാണ് സിദ്ദീഖ് തങ്ങളും നബിത്തങ്ങളും അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള മഹാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മഹബ്ബത്ത് തന്നെയാണ്, ഇഷ്ക് തന്നെയാണ്. സിദ്ദീഖേ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഘട്ടം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ലേ, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നബിയേ എന്ന് അവിടുത്തെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് കഴിയണം. സിദ്ദീഖേ, രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്, ഇവിടെയും ആഖിറത്തിലും അവിടുത്തെ പരിസരത്ത് അങ്ങനെ ഇരിക്കാൻ കഴിയണം. മൂന്നാമത്തെ ആഗ്രഹം എന്താ ചോദിച്ചപ്പോൾ, ഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്, അള്ളാഹു എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അവിടുത്തെ മഹബത്ത് കിട്ടാൻ ചെലവഴിക്കാനും കഴിയണം. സിദ്ദീഖ് തങ്ങൾ മറ്റുള്ളവരെ അമ്പരപ്പിച്ചില്ലേ എന്ന് ആ സംഭവം സുൽത്താനുൽ ഉലമ എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതുന്നുണ്ട്, ആ മഹബത്ത് കൽബിൽ ഇറക്കി വെച്ച ഇന്ത്യയിലെ വല്ലാത്തൊരു മുത്താണ് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്. ഞാൻ കുണ്ടൂർ ഉസ്താദിൽ സുൽത്താനുൽ ഉലമയുടെ വാക്കുകളാണ്, ഞാൻ കുണ്ടൂർ ഉസ്താദിൽ കണ്ട ഏറ്റവും വലുത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുമായുള്ള ഒരടുപ്പവും ഒരു ബന്ധവും ആ മഹബത്തും അവിടുത്തെ കൽബിലുള്ള മദീനയുമായുള്ള. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട അരിബാഖ് ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ, ഉസ്താദൊക്കെ 2 വരി പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം അവരുടെ ഖൽബ് നിറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുൽത്താനുൽ ഉലമ ശൈഖുനാനെ കുറിച്ച് പറഞ്ഞ വാക്ക് ആഷിഖേ റസൂൽ, ആഷിഖുർ റസൂലാണ്. അവിടുന്ന് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, റഈസുൽ ഉലമക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. റഈസുൽ ഉലമ എഴുതിയത്, അവിടുന്ന് പറഞ്ഞത് കുട്ടികൾ എഴുതി, അവിടുത്തെ നാവിലൂടെ പറഞ്ഞുപോയ പദങ്ങൾ കുട്ടികൾ എഴുതി. ആ പറഞ്ഞെന്താണെന്നറിയോ? അത്ഭുതമായിരുന്നു കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതം. അതാണ് തുടങ്ങുന്നത് തന്നെ. കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതം അത്ഭുതമായിരുന്നു, എന്തൊരു അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 8 കാര്യങ്ങൾ ഇങ്ങനെ ഉസ്താദ് പറയുന്നു. അത് കുട്ടികൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ശിഷ്യഗണങ്ങൾ. അതിൽ നോക്കി നിങ്ങൾ, ഉസ്താദ് പറയാം, ഓരോ അനക്കവും അടക്കവും ഇബാദത്തായിരുന്നു. ശൈഖുനയുടെ അടക്കവും അനക്കവും ചലനവും എല്ലാം ഇബാദത്തായിരുന്നു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല ദുനിയാവിനോട് ഒരു മോഹവും ഉണ്ടായിരുന്നില്ല. ഉസ്താദ് പറയാം, എനിക്ക് അനുഭവപ്പെട്ടത്, സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകളാണ്, റഈസുൽ ഉലമയുടെ വാക്കുകളാണ്, എനിക്ക് കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവപ്പെട്ടത് ദുനിയാവിനോട് ഒരു മഹബത്തോ ഒന്നുമില്ല. എന്ത് കിട്ടിയാലും ഉടനെ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുകയും ചെയ്യും, അതൊട്ട് ബാക്കി വെക്കില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ ഒരു ചാൺ വാരലിന് വേണ്ടി. നോക്കിയതിൻ്റെ അനുജന്മാരെ, ലോകത്ത് കോടാനക്കോടി ജീവികൾ, ആ ജീവികളൊക്കെ അള്ളാഹു പടച്ചു. അവരാരെങ്കിലും നാളത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടൊരു ഇടങ്കാറ്, കടം വാങ്ങലും മറ്റുള്ളത്, അങ്ങനെയൊന്നും വല്ല സംഭവം ഉണ്ടാ. ഏത് പക്ഷികളും മറ്റ് ജീവികളൊക്കെ അന്നന്നാന്ന് കഴിക്കുന്നു. അത് അല്ലാഹു തആലയുടെ റിസ്ക് കണക്കൊക്കെ പിറ്റേ ദിവസം കിട്ടും. നേരെ മറിച്ച് നമ്മളാണ്
ചുറ്റുപാടോട് ചുറ്റുപാട്, തിരക്കോട് തിരക്ക്. ഞാൻ എന്നെ കുറിച്ച് പറയാട്ടാ, നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ചല്ലട്ടെ, എന്നെ കുറിച്ച് പറയാം. ചുറ്റുപാട് തിരക്കോട് തിരക്ക്, ചുറ്റുപാട് തീരുന്നില്ല. ചിലപ്പോ കക്കാടിൽ നിന്ന് നമുക്ക് തലപ്പാറയിലേക്ക് പോയാൽ മതി. അന്ന് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോ നോക്കും നമ്മള്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോ നോക്കും നമ്മൾ. എന്നെ പോലത്തെ ആളുകളിട്ടാ. അപ്പൊ എന്താ വെച്ചാൽ ഒന്നുമില്ല, പെട്ടെന്ന് എത്തിയിട്ട് എന്താ പണിയൊന്നുമില്ല. എന്നാലും നോക്ക ഒരു ചുറ്റുപാട് നമ്മൾ പറയല്ലോ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവതിന്റെ വായ നിറച്ചു പറയുന്നു, സൂട്ടിച്ചോളി എന്നെ വഞ്ചിൽ പെട്ടുപോകരുത്. ഓരോ നഫ്സും കരയുന്നുണ്ട്. കാരണം രക്ഷപ്പെടാനുള്ള വഴി ഈ ദുനിയാവിനോടുള്ള കൊതി, മഹബത്ത്, അത് എടുത്തു കളയാൻ വേണ്ട എന്നല്ല. എന്തുമുണ്ടാവാം, എത്ര കഴിവുണ്ടാകാം, എത്ര വാഹനമുണ്ടാവാം, എത്ര ഭക്ഷണം കഴിക്കാനും വീടൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ദുനിയാവിന്റെ പളപളപ്പിൽപ്പെട്ട് ദീനു മറക്കരുത്, ഇബാദത്തുമായുള്ള ബന്ധം കുറക്കരുത്. അങ്ങ് തുടങ്ങിയുള്ള, ഞാനത് അങ്ങോട്ട് പോകുന്നില്ല. ഇബാദത്ത് അതും അതിൻ്റെ ലദ്ദത്ത് അറിഞ്ഞ ആളാണ് എന്നും ദുനിയാവിനോട് ഒരു സന്തോഷം അങ്ങനെ ഉണ്ടല്ല, ദുനിയാവിനെ മാറ്റിവെച്ച പഴയ മുതഅല്ലിമീങ്ങളൊക്കെ പറയുന്ന മനുഷ്യരെ മനുഷ്യരെ ഞാൻ കാണുന്നു ഓടന്നെ മാരുള്ളവന്റെ അരികിലേക്ക് ഓടും. ഇല്ലേ അവരും വിട്ടിങ്ങോട്ട് ഓടും. പഴയ ആളുകൾ എഴുതി വെച്ചതുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ശൈഖുനയുടെ ജീവിതത്തെക്കുറിച്ച് റഈസുൽ ഉലമ പറയുന്ന വാക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു, ആര് എന്ത് ആക്ഷേപിച്ചാലും അതിലൊരു സങ്കടം പറയാൻ ഒരു വെറുപ്പതില്ല. പ്രശംസിച്ചു, മദ്ഹ് പറഞ്ഞു. ഇപ്പൊ നമുക്കൊക്കെ ഒന്ന് സ്തുതിച്ചാലും മദ്ഹ് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമല്ലേ. മദ്ഹ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് ബാദിന് പോയി. അപ്പോ അവിടുത്തെ ഉസ്താദിന് പ്രസംഗിക്കാൻ അറിയൂല. എല്ലാവർക്കും എല്ലാ കഴിവില്ലല്ലോ, ഉസ്താദിന് പ്രസംഗിക്കാൻ അറിയില്ല. അപ്പൊ ആ ഉസ്താദിനോട് സ്വാഗതം പറയാൻ പറഞ്ഞു. ഉസ്താദ് സ്വാഗതം പറഞ്ഞപ്പോ ആദ്യം സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഇറങ്ങിപ്പോയി. നമ്മളെ ഒരു അധോഗതി എന്ന് പറയാ, പ്രസിഡന്റ് ഇറങ്ങിപ്പോയി. അപ്പൊ പ്രസിഡന്റിന്റെ പേര് ആദ്യം പറഞ്ഞില്ല. അവസാനം ഉസ്താദ് ചെന്നിട്ട് എനിക്ക് അറിയാത്തോണ്ടാട്ടാ വന്നു പോയതാണ്, നിങ്ങൾ പൊരുത്തപ്പെടണം പ്രസിഡന്റോട് ചെന്നിട്ട്. എന്നിട്ട് പ്രസിഡന്റ് പൊരുത്തപ്പെടൂല. എന്നിട്ട് ആലോചിച്ചു. എന്നിട്ട് ആ ഉസ്താദിനെ കൊണ്ട് പിറ്റത്തെ വെള്ളിയാഴ്ച ജുമാക്ക് അശത് പറയണം പരസ്യമായിട്ട്. ഇങ്ങനത്തെ ലോകാണിത്, ഇങ്ങനത്തെ ഒരു കാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ പറഞ്ഞില്ലൊരു മദ്ഹ് പറഞ്ഞില്ലെങ്കിലുള്ള വിഷമം തരങ്ങള്. ഉസ്താദിനെ സംബന്ധിച്ച് റഈസുൽ ഉലമ എഴുതിയത്, റഈസുൽ ഉലമ പറഞ്ഞത്, എന്താക്ഷേപണം നടത്തിയാലും അതിലൊരു സങ്കടവുമില്ല, എത്ര മദ്ഹ് പറഞ്ഞൊരു സന്തോഷമില്ല. റഈസുൽ ഉലമ എഴുതിയതാണ്. അള്ളാഹു ശൈഖുനയുടെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. 8 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ 8 ഞാൻ വായിക്കുന്നില്ല, ഞാൻ എഴുതി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇന്നതല്ല, സമയം ഞാൻ കടക്കാക്കുന്നു. അപ്പോൾ റഈസുൽ ഉലമ അത് പറഞ്ഞുവെങ്കിൽ മഹാനായ ബദറുസ്സാദാത്ത് തങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണുകളിൽ പ്രമുഖരാണ്. ബദറുസ്സാദാത്ത് തങ്ങൾ, അള്ളാഹു അടുത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ കുറിച്ചു വെച്ച് തന്നെ ഉസ്താദ് കത്തിച്ചു തന്ന നൂറ്, നമ്മുടെ പുസ്തകത്തിലും കാണാം, ഉസ്താദ് കത്തിച്ചു തന്ന നൂറ്. അത് ആ ഒരു ഹെഡിങ്ങിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. ആ നൂറാണ് ഇന്ന് കാണുന്ന മഅദിൻ എന്ന മഹാസമുച്ചയം. ഉസ്താദ് തുടക്കം ഒരു തറക്കല്ലിടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു അത്രേ, ഇത് വല്ലാത്ത നൂറാണിത്, ഇങ്ങനെ പടരും, പ്രകാശിക്കും, പടർന്ന് പന്തരിക്കും. ആ പന്തരിച്ച കാഴ്ച ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് പറഞ്ഞത് അനുസ്മരിക്കുകയാണ് ഉസ്താദിനെ കുറിച്ച്. മാത്രമല്ല വൈലത്തുരുപ്പാപ്പ പറഞ്ഞൊരു വാക്ക്, ബഹുമാനപ്പെട്ട വൈലത്തുരുപ്പാപ്പ ശൈഖുനാനെ കുറിച്ച് പറഞ്ഞത്, ഉത്തമ സ്വഭാവങ്ങളുടെ സമന്വയമാണ് ശൈഖുന. ഉത്തമ സ്വഭാവം അത് പറയാൻ എളുപ്പമുണ്ട് ബീബി, നമുക്കൊക്കെ പറയാൻ എളുപ്പമുണ്ട്, സ്വഭാവത്തിൻ്റെ കോലം കാണണം, അപ്പോഴറിയുള്ളൂ. ഉത്തമ സ്വഭാവത്തിൻ്റെ അൽഹംദുലില്ലാഹ് ഞാൻ അങ്ങനെ തന്നെ പറയും, ഉത്തമ സ്വഭാവങ്ങളുടെ സമന്വയം ഒരാളെ വേദനിപ്പിക്കൂല. വൈലത്തുരുപ്പാപ്പ എഴുതുക, ഒരാളെ വിഷമിപ്പിക്കൂല. ഏതൊരു മതവിശ്വാസം മറ്റുള്ളവരാണെങ്കിലും
ഒരാളെ ഇടങ്ങാറാക്കുക അതുമില്ല. ഇനി ആരെങ്കിലൊക്കെ അല്ലത് മോശപ്പെട്ട് വിവരദോഷം കൊണ്ട് വല്ല പറഞ്ഞുകൊണ്ട് ആളെ വെറുപ്പിക്കുക, വിഷമിപ്പിക്കുന്നോ അതും ചെയ്യൂല. വൈലത്തുരുപ്പാപ്പ പറയാ, കുറേ എഴുതിയിട്ടുണ്ട്. വൈലത്തുരുപ്പാപ്പ ഉസ്താദിനെ കുറിച്ച് ശൈഖുനാനെ കുറിച്ച് എഴുതിയ മാത്രമല്ല, മറ്റൊന്ന് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ശൈഖുന ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ബാപ്പുസ്താദും ശൈഖുനൊക്കെ ഇങ്ങനെ മമ്പർത്ത് പോയി ഇരിക്കുക. നമ്മളെ ഇമ്പിച്ചു പോയ തങ്ങൾ കടലുണ്ടി തങ്ങളുപ്പാപ്പിയും വേണം. എന്നിട്ട് അവരെ പറച്ചിലും അവരെ ദുആയും അവരുടെ സംസാരങ്ങളും എന്തൊരാനന്ദമാണ്. ആ കാഴ്ചകളൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദങ്ങൾ നെച്ച് പുതിയ തലമുറയോട് പറയുക, ചെറിയ കുട്ടികളോട് നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടുത്തെ ആ സന്തോഷകരമായ കാഴ്ചകൾ. ബാപ്പുസ്താദ് പറയാ, എനിക്ക് ഞാനും കുണ്ടൂർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെങ്ങായിമാരാ. ചെങ്ങായിമാരുമാണ്, അല്ലാത്ത രൂപമുണ്ട്, അങ്ങനെയല്ല. അങ്ങനെ ഒരു അപ്പ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ എനിക്ക് തന്നെ തോന്നി, ഒരിക്കൽ ഒരു വലിയ ഉസ്താദ് കിണറിന് സ്ഥാനം നോക്കണം, ആ കുണ്ടൂസ്ഥാനം കൊണ്ടുവരാൻ. തിരുങ്ങടി ബാപ്പുസ്താദ് പറയാ, ഞാൻ നെട്ടി, കുണ്ടൂർ കാതുരലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ആളാണോ? ഞങ്ങളിങ്ങനെ കൂട്ടുകാരായിട്ട് ജീവിക്കണ്. അപ്പോഴാണ് ഒരു കാര്യപ്പെട്ട പണ്ഡിതൻ പറയുന്ന, കിണറിന് സ്ഥാനം നോക്കാൻ കുണ്ടൂർ സ്ഥാനം കൊണ്ടുവരണം. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ബാപ്പുസ്താദ് അവരെൻ്റെ മനസ്സിലിങ്ങനെ ഉദിച്ചോ, എന്തപ്പോൾ ഇയാള് കൊണ്ടൂർ കാതുരലെ കൊണ്ടുവരാൻ പറയണേ എന്നിട്ട് മനസ്സിൽ തോന്നി. അങ്ങനെ അന്നെനിക്ക് ഞാൻ വടകരുപ്പാപ്പാൻ്റെ നാട്ടിലാണ് ദർശനത്തിന്ന്. തിരുവങ്ങാടി ബാപ്പുസ്താദ് പറയാ, വടകരുപ്പാപ്പാൻ്റെ നാട്ടിലാ. വടകരുപ്പാപ്പാൻ അറിയില്ലേ? വല്ലാത്ത മഹാനല്ലേ? വടകരുപ്പാപ്പാൻ്റെ നാട്ടിലെ ദർശനത്തിന്ന്. അപ്പം ഞാൻ ഉപ്പാപ്പാനെ കാണാൻ വേണ്ടി പോയി. സലാം പറഞ്ഞു, സലാം മടക്കി. ഉടനെ തന്നെ വടകരുപ്പാപ്പ ചോദിച്ചു എന്നോട്, കുണ്ടൂർ കാതുരലെ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. വടകരുപ്പാപ്പ ചോദിക്കുക, കുണ്ടൂർ കാതുരലെ നിങ്ങൾക്ക് അറിയോ? അപ്പം തിരുവങ്ങാടി ബാപ്പുസ്താവൻ അറിയുന്നറിഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയൂലാന്ന്. ആരാ പറയുന്നത്? വടകരുപ്പാപ്പ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അറിയൂല കാതുരലേരെ. മൂന്നാമതും പറഞ്ഞു, നിങ്ങൾക്ക് കാതുരലേറെ അറിയൂല. നാലാമത് പറഞ്ഞു, കുണ്ടൂർ കാദർ മുസ്ലിയാർ വലിയ മഹാനാണ് കേട്ടോ. ശരിക്ക് കൽബിലേക്കങ്ങ് തിരുവങ്ങാടി ബാപ്പുസ്താദ് പറയാ, അന്നാണ് എൻ്റെ കൽബില് കുണ്ടൂർ ഉസ്താദ് ആരാത് സ്ഥലം പിടിച്ചത്. ഞങ്ങൾ ചങ്ങായിമാരായിട്ട് അങ്ങനെ നടന്നിരുന്നല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ കുണ്ടൂർ ഉസ്താദ് ബാപ്പുസ്താദ് കാര്യമായിട്ട് എഴുതിയതാ. പിന്നെ 3 കാര്യമുണ്ട്, അതിപ്പോൾ സമയമല്ല, മറ്റുള്ളതും വായിക്കാം. ഞാനൊരു 4-5 ഉസ്താദ്മാരെ കുറിച്ച് പറയണല്ല. അതുപോലെ ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാബുസ്താദ്, അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ, ആയിരങ്ങളുടെ ഉസ്താദാണ്. വൈലത്തൂർ ബാബുസ്താദ് വല്ലാത്തൊരു മഹാനാണ്. മഹാനവറുകൾ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് എഴുതിയ ആദ്യ തലവാചകം തന്നെ വിനയത്തിൻ്റെ ആൾരൂപമാണ് കുണ്ടൂർ ഉസ്താദ്. വിനയത്തിൻ്റെ ആൾരൂപമാണ്. മാത്രല്ല, ഉസ്താദിൻ്റെ ശൈഖുനയുടെ വഫാത്തിന് ശേഷം ഇതേ സ്ഥലത്ത് വൈലത്തുരുപ്പാപ്പ വന്നു. വൈലത്തൂർ ബാബുസ്താദ് വന്നിട്ട്, ഇന്ന് ഞാനിങ്ങനെ 10-20 വയസ്സായിട്ടും വൈലത്തൂർ ഉസ്താദിൻ്റെ കുടുംബമൊക്കെ കൃഷിക്കാരാണ്. ബാപ്പിയും ജ്യേഷ്ഠാന്മാരൊക്കെ കൃഷിക്കാരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു, ഒരു കൃഷിക്കാരനായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ വൈലത്തൂർ ബാബുസ്താദിൻ്റെ നാട്ടിലാണ് കുണ്ടൂർ ഉസ്താദ് ഓതിയിരുന്നത്, കുണ്ടൂർ ഉസ്താദ് ഓതുന്നത്. അപ്പം ഭക്ഷണം എവിടെ വെച്ചാൽ ബാബുസ്താദിൻ്റെ വീട്ടിലായിപ്പോയി. അപ്പോൾ ബാബുസ്താദ് പറയാ, എന്നോട് വന്നിട്ട് പറയും, ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഒരിക്കൽ പറയും, നാളെ ബാബുസ്താദിൻ്റെ ഉപ്പാനോടെ നമ്മളെ ബാവാനങ്ങൾ മഗ്‌രിബിക്ക് വിട്ടാലേ ഞാനും ബാബി ഇങ്ങനെ ഇശാമോൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ വായിച്ച് ഓതിയിട്ട് വിശ്വസ്കരിച്ച് ഇങ്ങനെ വരാം, എനിക്കൊരു തുണയായില്ല. അപ്പോൾ വാപ്പ എന്ത് ചെയ്തു, എന്നാ ബാബാ നിങ്ങൾ പോയിക്കോളി, ആ കുട്ടീൻ്റെ കൂടെ നിങ്ങൾ രാത്രി വന്നാൽ മതി. അന്ന് കുണ്ടൂർ ഉസ്താദ് ചെറിയ കുട്ടിയാണ്, നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ അവിടെ നിന്ന് പോയി. ബാബുസ്താദ് പറയാ, പിന്നെ അവിടെ നിന്ന് ദർസ് മാറുകയാണ്. കുണ്ടൂർ ഉസ്താദ് മുത്തഅല്ലിമാണ്, ഉസ്താദ് മാറുകയെന്ന് കണ്ടപ്പോൾ ബാബുസ്താദിൻ്റെ ഉപ്പാനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല കാശുണ്ട്, കൃഷിക്കാരാണ്, മക്കളൊക്കെ അത്യാവശ്യമുണ്ട്, ഒരു കുട്ടിങ്ങൾക്ക് മൈത്തസ്കരിക്കാനും ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കും, ഒരു കുട്ടിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾ ബാബാനെൻ്റെ കൂടെ വിട്ടാൽ ഞാനും ബാബ ഇങ്ങനെ ഓതിയിട്ട് ഞങ്ങളിങ്ങനെ. അപ്പോൾ വാപ്പ പറയുന്ന ആയിക്കോട്ടെ. കുണ്ടൂർ ഉസ്താദിൻ്റെ അങ്ങനെ ഉണ്ടല്ല, ചില പള്ളിയത്തെ ഉസ്താദുമാർ ചിലന്ന് 150 വഅദ് പറഞ്ഞ ഫലം ചെയ്യൂല. അതെന്ത് ഒരു മദ്രസയിൽ ഉസ്താദ് അത് പ്രസംഗിക്കാനൊന്നും കഴിയൂല, കുറുമ എന്ന് പറയാം. എത്ര മുത്താലിമികൾ ഉണ്ടാക്കുന്നുണ്ട്.
എത്ര മുത്താലിമീങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദും എത്ര മുത്താലിമീങ്ങളെ വളർത്തേണ്ട അറിയാം. ആൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, പക്ഷെ ആളൊരു ഒരാളെ കിട്ടിയണ്ടല്ല, ആൾ 4 കുറുമ്പം തൊട്ട് ആളെ മക്കളൊക്കെ മുത്താലിമീങ്ങളാക്കി മാറ്റും. എത്ര മദ്രസയിൽ ഉസ്താദന്മാരുണ്ട് അറിയാം. ആ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു നല്ല ഭാവി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ഭാവാനങ്ങൾ പേര് ഞാനും ഭാവി ഇങ്ങനെ പഠിച്ചോളാം. ബാവസ്താദ് പറയാ, അന്ന് കൊണ്ടൂർ ഉസ്താദാ കൊണ്ടുപോയത് കൊണ്ട് പിന്നെ ഞാൻ എന്നിങ്ങനെ ഖാദിമായി. എത്ര ആലിമികൾ എത്ര പുസ്തകങ്ങൾ എഴുതി, എത്ര കിതാബ് എഴുതിയെന്ന് ബാവസ്താദ്. ആ ബാവസ്താദ് പറയാ, വിനയത്തിൻ്റെ ആൾരൂപമായിരുന്നു ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. അത് വല്ലാത്ത ഒരിക്കൽ ഒരു ഷരീക്കിൻ്റെ കല്യാണവേദി ബാവസ്താദ് എഴുതിയേട്ടാ. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്മരണ നടത്തിയപ്പോൾ അവിടുന്ന് എഴുതിയതാണ്. ഒരു ഷരീക്കിൻ്റെ കല്യാണവേദി സദസ്സ്, നിറയെ മുത്താലിമീങ്ങൾ. ആ സദസ്സിൽ കരിങ്കപ്പാറ ഉസ്താദും ഉണ്ട്. കരിങ്കപ്പാറ ഉസ്താദ് ഷെയ്ഖുനയുടെ ഉസ്താദാണ്. അപ്പോൾ കരിങ്കപ്പാറ ഉസ്താദ് അവിടെ ഉണ്ട്, ഒരുപാട് മുത്താലിമീങ്ങൾ. അപ്പോൾ അവിടെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങി മുത്താലിമീങ്ങൾ കുട്ടികൾ. നല്ല ബുർദയും മറ്റു മദ്ഹുകളൊക്കെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കുറച്ചാളുകൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ചിലങ്ക മുട്ടാൻ തുടങ്ങി. ചിലങ്ക എന്നാണ് ബാവസ്താദ് എഴുതിയിട്ടുള്ളത്. എന്താ മസ്ജിദിലെ ചിലങ്ക എന്ന് പറഞ്ഞാൽ? ബാവസ്താദ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്, ചിലങ്ക. ചിലങ്ക മുട്ടാൻ തുടങ്ങി. ഈ ചിലങ്ക മുട്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് പഠിക്കുന്ന മുത്താലിമാണ്. ഉസ്താദ് പെടുന്നനെ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് അത് ഹറാമാണ്, പാടില്ല. ഉടനെ തന്നെ ഉസ്താദുമാരെല്ലാവരും പറഞ്ഞു, ആ കുട്ടി പറഞ്ഞ സത്യമാണ്, അതിവിടെ നിർത്തണം എന്നാണ്. ദഫല്ലട്ടാ, ഞാൻ അങ്ങനെ വിചാരിക്കും ദഫ് അത് ഷെയ്ഖുനോടെ തുടക്കം കുറിച്ചതാണ്. അതിന് ചിലതുണ്ട്, നടു ഇടുങ്ങി പഴയ ഉസ്താദുമാർ എഴുതി വെച്ചത് കാണാം. അല്ലാ, ഈ വെള്ളം നിർത്താനുള്ള വെള്ളാട്ടാ, ഇത് നിർത്താനുള്ള വെള്ള. അല്ലാ ശരിയാ, ഞാൻ നിർത്തിയാ ബീബി. അപ്പോൾ നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടുംബ ഭാരതി ഹലാലുൻ അലാ തിട്ടം ലിക്കുല്ലി മുഹല്ലലി കച്ചണ്ടാവ മുറുകം ഒറ്റ ആലാത്തി ദർബത്തി. പഴയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, ബാവസ്താദ് എഴുതിയത് ചിലങ്ക മുട്ട എന്നാണ്. അത് നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാം. അതിൻ്റെ അവസ്ഥ കണ്ടപ്പോഴാണ് ഉസ്താദ് പറയുന്നത്. നേരെ മറിച്ച് അതാരും തെറ്റിദ്ധരിക്കണ്ട. ദഫ് മുട്ടുന്നത്, അറവന മുട്ടുന്നത് അതൊക്കെ ഒരു സന്തോഷകരമായ കാഴ്ച. ഷെയ്ഖുന അത് ചില ഘട്ടങ്ങളിൽ അതൊരു ആനന്ദമാണ്, സന്തോഷമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ നിബന്ധന പ്രകാരം. അൽഹംദുലില്ലാ, അതൊക്കെ ഒരു ആനന്ദം തന്നെയാണ്. മാത്രമല്ല ഇത് തന്നെ വെളിവാക്കി മുടുക്കി പറഞ്ചുള്ള ശുദ്ധത്തി ഇതാക്കാന ഫിൽ ബുൽദാനി നേർച്ചാവനഹുഹു ഖിതാനും വഖത്മുൽ മംഗലം ഹീന ഫർഹതി വഖൈലുൽ ലദീ ഫീനാ യുറാഅ ബിപിപിളി ഹലാലുൽ ലദാ ബഅലിൽ അഖീദൂന മിറിയതി ബിഹില്ലിൽ ഇമാമു റാഫിഈ ഖാല പറഞ്ഞതും ഇമാമുൻ നവവി മാർ പറഞ്ഞു ബിതർക്കതി. ഇതൊക്കെ അഭിപ്രായങ്ങൾ വ്യത്യാസമുള്ള കാലാണ്. പക്ഷേ ഇമാം നവവി തങ്ങൾ പറഞ്ഞു ഉപേക്ഷിക്കാം. ഇമാം അതുപോലെ തന്നെ റാഫി ഇമാം പറഞ്ഞ വാക്കുകൾ ഇത് രണ്ടിലും യോജിച്ച ഏതോരു ശൈഖിനെ കമാശിത്ത പിടിച്ചോ സുമ്മ എടുത്തോ ബിനുഫ്ഖതി വച്ചായല്ല ബഅദുന്നാസി അഫ്താ ബിഹുർമതി ലിതർകം ലദാ ബഅദിൽ ഖിലാഫിൻ ലിതർകതി. ഒറ്റടിക്ക് ഇന്ന് വാട്സപ്പ് ലോകമാണ്, എല്ലാം മുഫ്തിയുടെ ഫത്വയുടെ കാലങ്ങളാണ്. എല്ലാവർക്കും ഫത്വ അറിയാം, എല്ലാവർക്കും ഫത്വ കൊടുക്കാനും കഴിയും, എല്ലാവർക്കും സ്വന്തം സ്റ്റേജ് കെട്ടാൻ കഴിയും, എല്ലാവർക്കും സ്വന്തമായി ഫ്ലക്സ് ഉണ്ടാക്കാൻ കഴിയും. എനിക്കിപ്പോൾ എന്നെക്കുറിച്ച് തന്നെ മഹാനായ ഇന്നാഴ്ച ഫ്ലക്സ് ഉണ്ടാക്കുക,
ഫ്ലക്സ് കൊടുക്കുക. എന്തൊരു കാലാന്ന് നോക്കിയത്. അതുപോലെ തന്നെ സ്വന്തമായി ഫ്ലക്സ് ഉണ്ടാക്കാം, സ്വന്തമായി റൂമിൽ നല്ല സ്റ്റേജ് ഉണ്ടാക്കുക, സ്വന്തമായി അതാത് റൂമിൽ ഒരു കുട്ടി വാപ്പ വീടിൽ ആകെ 2 റൂമേ ഉള്ളൂ, ആ റൂമിൽ ഒരു റൂം ഉസ്താദ് പറഞ്ഞത്ര എനിക്ക് പ്രസംഗിക്കാനായിട്ട് റൂം തയ്യാറാക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ വാപ്പ പറയാ പേടിച്ച് വിഷമിച്ചിട്ട് ഉസ്താദ് ചെറിയ കുട്ടികളുടെ സ്വഭാവം നോക്കികൾ. ചെറിയൊരു കുട്ടി, ഞാൻ അറിയുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ വാപ്പ ഒരു ഗതിയില്ലാത്ത, അതിൽ ഒരു റൂം അവന് പ്രസംഗിക്കാൻ വേണ്ടി ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രേ ഉസ്താദ് ഏൽപ്പിച്ചിട്ട് ഒന്നുമില്ല, കുട്ടി സ്വയം പറയാ. എന്നിട്ട് ഒരു റൂം, എന്നിട്ട് ആ സാധുക്കൾ ചെറിയൊരു മറട്ടിട്ട് കിടന്നുറങ്ങുക, ഉമ്മിയും ബാപ്പിയൊക്കെ. അപ്പം എന്താ ഓരോ ശൈലിയാണ്. അപ്പം അതൊരു മോഹങ്ങൾ, ഈ കാലം അങ്ങനെയുള്ളൊരു മോഹമാണല്ലോ. അപ്പോൾ ഇതിൽ പല രൂപത്തിലും പോകുന്ന നേരത്ത് അഹിമുട്ടണം ഒടിക്കാതെ ചെയ്തോലി ഹൈബത്തി. അപ്പോ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് അള്ളാഹു എടുത്ത ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ചിലങ്ക ബാബുസ്താദ് എഴുതിയതാണ്. അത് നേരത്തെ ആദ്യം പറഞ്ഞില്ല നമ്മൾ, നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടും ബബാറത്തി. ആ സംഭവമുള്ള ഒന്ന് കണ്ടപ്പോ ഉടനെ തന്നെ ശൈഖുന എഴുന്നേറ്റിട്ട് പറഞ്ഞു അത് ഹറാമാണ്, പാടില്ല. മുതഅല്ലിമായിരിക്കുന്ന കാലത്ത് ഉടനെ നിർത്തിവെക്കുകയും ചെയ്തു. അതേ സ്ഥാനത്ത് ദഫുമിട്ട് അത് ഉസ്താദിനെ പഠിപ്പിച്ചാണ്. ഇവിടെ മുതഅല്ലിമീങ്ങളെ കൊണ്ട് ബുറുദയുടെ മജ്ലിസൊക്കെ എന്താ ഏതെല്ലാം രൂപത്തിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ചിട്ടകളുണ്ട്, അതിര് വിട്ടു പോകരുത്. അത് ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമ അടക്കം പഠിപ്പിക്കാറുണ്ട്. അതിര് വിട്ടു പോകരുത്, നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്ത് സുബ്ഹി 2 റക്അത്ത് 3 റക്അത്താക്കാൻ പറ്റൂലല്ല. ഏതൊരു കാര്യം നല്ല കാര്യമാണ്, അതിര് വിട്ടു പോകരുത്. അത് സൂക്ഷിക്കാൻ നല്ലതാണെന്ന് ശൈഖുനടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബാബുസ്താദ് പറയാം, ഉടനെ തന്നെ ഉലമാക്കൾ എന്നത്തെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞതാണ് ഹക്ക്, നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ മുർഷിദാണ് കുണ്ടൂർ ഉസ്താദ്. ബഹുമാനപ്പെട്ട വെണ്ണക്കോട് ബഷീർ ഉസ്താദിൻ്റെ വാക്കുകളാണ്. ഉസ്താദ് കുറേ എഴുതിയിട്ടുണ്ട്. ബഷീർ ഉസ്താദിന് നല്ലോണം അറിയാം. ഞാൻ ചമ്മാട് ഉസ്താദിൻ്റെ നിൽക്കുമ്പോൾ, ഉസ്താദിനെ കൂടെ നിൽക്കുന്ന കാലത്ത് ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ. അപ്പോൾ വരുമ്പോഴൊക്കെ ബഷീർ ഉസ്താദിനെ കാണാം. വെണ്ണക്കോട് ഉസ്താദിനെ പലപ്രാവശ്യം ഇവിടെ കാണും. വെണ്ണക്കോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശൈഖുനയുടെ പലതിങ്ങനെ ഒപ്പിയെടുത്തിങ്ങനെ അങ്ങനെ ഉണ്ടല്ല, എന്നാൽ ഒരു വേറിട്ടിട്ട് വിട്ടു നിന്നുള്ള ആ ജീവിതം കണ്ടു പഠിക്കുക. അപ്പോൾ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, ഉസ്താദ് ബഷീർ ഉസ്താദ് വെണ്ണക്കോട് ഉസ്താദ് എഴുതിയത് എൻ്റെ മുർഷിദാണ് കുണ്ടൂർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് 10ഓളം കാര്യങ്ങൾ എഴുതിയത്. ഞാനതിങ്ങനെ ഓരോന്നോരോ കുറിച്ച് വെച്ചിട്ടുണ്ട്. 10ഓളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് 1-2 വാക്യം വായിക്കാം. ഒന്നെന്താ നിങ്ങൾ, ബഷീർ ഉസ്താദ് എഴുതുക, വഅ്ള് പറയേണ്ടത് എങ്ങനെയാണെന്നും വാഇദീങ്ങൾ എങ്ങനെ ആവണമെന്നും ഉസ്താദ് പഠിപ്പിച്ചു തന്നു. വാഇദീങ്ങൾ എങ്ങനെയാവണം, അതുപോലെ തന്നെ വഅ്ള് പറയേണ്ടത് എങ്ങനെയാണെന്നും. അത് സംഭവം ശരിയാണ്, വല്ലാത്തൊരു സംഭവമാണ്. ഞാനും വഅ്ളിന് പോകുന്ന കാലമാണ് അന്ന് ഒരു സ്ഥലത്ത് വഅ്ളിന് പോയി, ആളുകൾ വളരെ കുറവാണ്. ഇത് പറയുന്നത് ഒരു 30 കൊല്ലം മുമ്പുള്ള കഥയേട്ടാ, 30 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പം ആളുകൾ, ചെറുപ്പക്കാർ കുട്ടികൾ തെറ്റിദ്ധരിക്കരുത്, 30 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയാം. അപ്പോൾ അന്ന് എൻ്റെ വയസ്സ് നോക്കിയാൽ മതി. അപ്പോൾ വഅ്ളിന് പോയപ്പോൾ ചെറിയൊരു സാസ്, അപ്പോൾ മനസ്സിലിങ്ങനെ തോന്നി, അല്ലാ ചെറിയൊരു നമ്മൾ ഭയങ്കര ഭാഗത്താണ് പോയത്. അപ്പോൾ മനസ്സിൽ ചെറിയ വിഷമം. അവന് പിറ്റത്തെ ദിവസം ഇങ്ങനെ കാണാൻ വന്നാണ് ശൈഖുനാനെ. കാണാൻ വന്നപ്പോൾ അസറിന് പാടത്ത് കിടക്കുന്നുണ്ട്. അവിടെ ഒറ്റക്ക് വഅ്ള് അറിയിപ്പിച്ചു. ഒറ്റക്ക് 2 മണിക്കൂർ വഅ്ള് അറിയിപ്പിച്ചു. നല്ലോണം ഒറ്റക്ക് അങ്ങനെ പറഞ്ഞു. ബാവാക്കൊക്കെ ഇരുന്ന് ചിരിച്ചാരെങ്ങാണ്ട് ഒറ്റക്ക് വഅ്ള് തന്നെ. ഉസ്താദ് പിന്നെ ആരാ, മുദരിസുമാണ്, വല്ലാത്ത മുഹഖിഖാണ് ഉസ്താദ്. ഒരു സാധാ വലിയ മാത്രമല്ലല്ലോ, വല്ലാത്തൊരു മുഹഖിഖാണ്, എല്ലാണല്ലോ. അപ്പോൾ ലത്തീഫാജിക്കാർ അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹ് ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, അപ്പോൾ 2 മണിക്കൂർ വഅ്ള്, ഒറ്റ വഅ്ള് തന്നെ. വഅ്ള് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടേ ആളില്ലാന്ന് വെച്ചുകൊണ്ട് സങ്കടമോ, ആൾ കുറേ ഉള്ളതുകൊണ്ടൊരു പ്രത്യേക സന്തോഷം രണ്ടും ഉണ്ടാവരുത്. എന്നാൽ ദീനീ ദഅവത്താവൂലട്ടാ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ദീനീ ദഅവത്താവില്ല. അത് വല്ലാത്തൊരു പാടയാണ്. അന്ന് മുതൽ 30 കൊല്ലമായി ഇതുവരെ ചെറിയ സദസ്സാച്ചിട്ട് ഒരു പ്രത്യേക സങ്കടമില്ല, വലിയ സദസ്സാച്ചിട്ടൊരു സന്തോഷമില്ല. പറയേണ്ടതാണ് അവർക്ക് 2 മണിക്കൂറാണോ 2 മണിക്കൂർ പറയാം. ആ സദസ്സർക്ക് എത്ര ഉണ്ട്, അത് വല്ലാത്തൊരു പാടാണ് തന്നത്.
വല്ലാത്തൊരു പാടാണ് നൽകിയത്. മാത്രമല്ല അന്ന് എൻ്റെ ഒരു ചെറിയ വണ്ടി, ഒരു സ്റ്റാർലെറ്റ് വണ്ടി ഉണ്ടായിരുന്നു. ഈ മജീദുകൾക്കൊക്കെ അറിയാം, ഒരു സ്റ്റാർലെറ്റ് വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിൻ്റെ ചില്ല് പൊട്ടി. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഉസ്താദിനോട് പറഞ്ഞു, ചില്ല് പൊട്ടിയിട്ടുണ്ട്, അവൻ കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു ഉസ്താദത്ത്. ഉസ്താദ് വന്നേക്ക് പറയാ, ഇനി ആ ചില്ല് മാറ്റണ്ടട്ടാ, കിബിറുണ്ടാവില്ല ചെയ്യറും. അപ്പോഴല്ലേ സംഭവം നമ്മളെ കൽബേ. ചെറുപ്പത്തിലല്ലേ അതൊരു വാഹനമൊക്കെ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, കിബിറുണ്ടാവില്ല. 4 കൊല്ലം ചില്ല് മാറ്റാൻ സമ്മതിച്ചില്ല. 4 കൊല്ലം മാറ്റിയതുമില്ല. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, പോലീസ് പിടിച്ചൂലേ ചോദിച്ചു. ഇല്ല, പോലീസ് പിടിച്ചൂല. 4 കൊല്ലം പോലീസ് ചോദിച്ചതുമില്ല. 4 കൊല്ലത്തിന് ശേഷം ഉസ്താദ് പറഞ്ഞു, മാറ്റാൻ ഞാൻ ചില്ല് മാറ്റിക്കാലോ. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അനുഭവമാണ്. ചില്ല് മാറ്റിക്കൊള്ളുന്നത് അത് ഇവിടെ എല്ലാവർക്കും അറിയാം. കുണ്ടൂരും ചമ്മാട് പരിസരക്കാർക്കൊക്കെ അറിയാം. 4 കൊല്ലം ഈ സാധനത്തിന് നല്ലോണം അറിയാം. 4 കൊല്ലം ഞാൻ ചില്ല് പൊട്ടിയ വണ്ടിയേറ്റാണ് നടന്നിരുന്നത്. ഉസ്താദ് മാറ്റാൻ കിബിറുണ്ടാവില്ല എന്ന് പറഞ്ഞേ. കിബിറേ അത് വല്ലാത്ത അപ്പം കൽബൊന്ന് പാകപ്പെടുത്തി തന്നു. വണ്ടിയൊക്കെ എടുത്താണ്ടൊക്കെ ഒരു കിബിറ് അത് ശരിക്കാണ് റെഡിയാക്കി തന്നു എന്നർത്ഥം. പിന്നെ ഉസ്താദ് പറഞ്ഞൊരു വാക്കാണ്, വഴുതിന് പോയിട്ട് എത്ര കിട്ടിയെന്ന് അത് സുൽത്താൻ ഉലമ ശൈഖുനാക്കൽ ആഫിയത്ത് കൊടുക്കട്ടെ, ഉസ്താദ് പഠിപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്. കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞൊരു വാക്കാണ്, പൈസ കിട്ടുന്നോണ്ടൊരു സന്തോഷം അങ്ങനെ ഉണ്ടല്ല. അപ്പോൾ കിട്ടുന്നിടത്തൊന്ന് പോകുക, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക രണ്ടും വേണ്ട. ആ ബൈക്കേ ചിന്തിക്കണ്ട, ആ വഴിക്കേ ചിന്തിക്കരുത്. പൈസ ഇവിടുന്ന് കിട്ടിയെന്നാണ് ഒരു സന്തോഷം, ഇല്ലെങ്കിൽ ഒരു ദുഃഖം, രണ്ടും ഉണ്ടാവരുത്. എന്നാൽ ഇൽമ നാഫിയാവും, വഅദ് നാഫിയാവും പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഈ 3 അത് 2 കാര്യവും ഖൽബിൽ വല്ലാതെ ഉസ്താദ് പഠിപ്പിച്ചത്. ഒരു വിഷയമല്ല, ചെറിയ സദസ്സോ വലിയ സദസ്സോ അങ്ങനെ ഒന്നുമില്ല. പൈസ കിട്ടിയില്ലെന്നോ 30 കൊല്ലത്തിന് ശേഷം പിന്നെ ഇതുവരെയും കാശ് കിട്ടിയെന്ന് വേണമെന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ അള്ളാഹു ശൈഖുനാക്ക് ദറജ ഏറ്റിക്കൊടുത്തു. അവിടുത്തെ മദദ് അള്ളാഹു നൽകട്ടെ. അത് ഞാൻ കൽബിലേറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ്, ബണ്ണക്കോട് ഉസ്താദ് വല്ലാത്തൊരു മുവഫക്കാണ്. ബണ്ണക്കോട് ബഷീർ ഉസ്താദ് വല്ലാത്തൊരു മുവഫക്കാണ്. ഉസ്താദ് ഇവിടുത്തെ ബന്ധം ലത്തീഫാജൊക്കെ ഇവിടെ ഇരിക്കേണ്ടവർക്കൊക്കെ അറിയാം, മക്കൾക്കൊക്കെ അറിയാം. ഉസ്താദ് പറയാണ്, ബണ്ണക്കോട് ഉസ്താദ് പറയാം, വഅദ് പറയേണ്ടത് എങ്ങനെയാണെന്നും വാഇദീങ്ങൾ എങ്ങനെ ആവണമെന്നും പഠിപ്പിച്ചെന്നോ. അത് വല്ലാത്തൊരു മജീദലരെ, അതൊക്കെ കുറച്ച് കടുപ്പാ. വാഇദീങ്ങൾ എങ്ങനെയാവണം, വാഇദീങ്ങൾ അത് ശരിക്കേ ദൈൻ്റെ ദഅവത്ത് എന്ന് പറയുന്ന തൗഫീഖ് അല്ലാഹ് തന്നതാ. ഇപ്പം എനിക്കല്ല വഅദ് പറയാൻ അത് അല്ലാഹ് തരുന്ന തൗഫീഖാണ്. പക്ഷേ അതിനൊരു ശുക്ർ ചെയ്യേണ്ടവരല്ലേ. അതിന് നിബന്ധനകൾ, കാക്കത്തുള്ളവരും നിബന്ധനകൾ ഞാൻ വെച്ച് കഴിഞ്ഞ എൻ്റെ അവസ്ഥ എന്താ, എന്നെ എന്തിനു പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. അള്ളാഹു തരും തൗഫീഖ്. ചെറിയ ചെറിയ വിഷയങ്ങൾ ചില ആളുകളൊക്കെ ഞാൻ അടുത്തൊരു ചെറുപ്പക്കാരനിൽ വിമർശന രൂപം പറയല്ല, എന്നെ പോലത്തെ ഒരു സ്വഭാവം, എൻ്റെ ഒരു ശൈലി എന്ന് പറയാ, ചെന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു മജുവലേരെ 2-3 സ്റ്റെപ്പ് ഇറങ്ങണം ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ. അപ്പോൾ ഈ ആള് ഞാൻ ഇറങ്ങൂല എന്നിട്ട് പള്ളിയിൽ പോയി, പള്ളിയിൽ കൊണ്ട് ഭക്ഷണം പറ്റാൻ ആ സാധുക്കൾക്ക് അറിഞ്ഞു വന്ന് ഉസ്താദിനെ കണ്ടുപഠിക്കണം. ഉസ്താദ് പഠിപ്പിക്കുന്ന കാഴ്ചകൾ ശരിക്കും ഇറക്കി വിട്ട കാഴ്ച, നടത്തിവിട്ട രംഗങ്ങളുണ്ട്. അപ്പോൾ വരില്ല. വിറ്റത്തെ ദിവസേ അവിടെ വാതിന് പോകുമ്പോൾ അതിനേക്കാൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം. നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് വിഷയാക്കരുത്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോടത്തെ ഖത്തീബ് ഉസ്താദ് പറയാ, ഒരു 4-5 സ്റ്റെപ്പ് ഇറങ്ങാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അവരൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കറിയില്ലല്ലോ. സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. ഇറങ്ങിയതിന് ശേഷം ഉസ്താദ് പറയാ, ഇന്നലെ വന്ന ഉസ്താദ് 3 സ്റ്റെപ്പ് ഇറങ്ങാണ്ട്, അപ്പോൾ ഇറങ്ങൂല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് പറയുന്നത് ചെറുപ്പക്കാരായ മക്കളെ സൂക്ഷിക്കണം. ദഅവത്തിനുള്ള തൗഫീഖ് എന്നിട്ട് അത് നശിപ്പിക്കരുത്. ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പറയാം, മുത്തഅല്ലിമിനോട് പറഞ്ഞു മാത്രം. അപ്പോൾ ഈ ഉസ്താദിനോട് പറയും, ഇന്നലത്തെ ആള് അങ്ങനെ ആ വീട്ടുകാരൻ കരഞ്ഞോറും. അപ്പോൾ ഞാൻ പറഞ്ഞു, വയല് കഴിഞ്ഞിട്ട് നമുക്ക് ആ പെരിയൊന്ന് പോണട്ടാ. വയല് കഴിഞ്ഞിട്ട് ആ പെരി പോയി നോക്കുമ്പോൾ ആകെ 2-3 സ്റ്റെപ്പ് ഇറങ്ങാനുള്ളൂ. അപ്പോൾ ആ വീട്ടുകാരോട് ചെന്നിട്ട് അയാളെ കരച്ചിൽ കാണും, ഒരു സാധു കുടുംബം. അപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ നിങ്ങളുണ്ട് ഒരു ചായ ഉണ്ടാക്കി, എന്തെങ്കിലും ചെറിയ കടി എന്തെങ്കിലും ഉണ്ടാക്കി, അപ്പോൾ സന്തോഷിപ്പിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ വന്ന ഉസ്താദിന് സ്റ്റെപ്പ് ഇറങ്ങനെ കാലിനെന്തോ വേദന ഉണ്ട്. അപ്പോൾ ആ സാധു മനുഷ്യനോട് പറയാ, ഇല്ല ഉസ്താദേ, അതിനേക്കാളും വലിയ സ്റ്റെപ്പ് കയറിയിട്ട് സ്റ്റേജ് മക്ക് കയറിയത് ഞാൻ കണ്ടു. അതിനേക്കാളും വലിയ അല്ലാഹു വലിയ. മാത്രമല്ല ഈ അടുത്തിപ്പോൾ ട്രെയിനിൽ എന്താ ട്വിറ്റർ എന്താ പറയുക,
3 ടേം എന്തല്ല, അത് ഏൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ പേര് വയതിന് വരില്ലാന്ന് ഞാനാന്ന് കുട്ടിക്കോളി. ഞാൻ എന്നെക്കുറിച്ച് പറയാം. മാത്രമല്ല, 2 ആൾക്ക് AC-യിൽ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ പേര് വരൂലെന്ന് ഒരാൾ. എൻ്റെ കുട്ടികളോട് മുത്താലിമുള്ളവരോട് പറയാം, മക്കളെ ദീനിൻ്റെ ദായികളാകാൻ ദ്വാരുന്നോളി. അങ്ങനത്തെ ഒരു നിബന്ധനയും ഷെയ്ഖുനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഷെയ്ഖുനെ പഠിപ്പിച്ച അവിടുത്തെ ഒരു തുറന്ന നടക്കണോ ഇരിക്കണോ, എത്രയാ നടക്കുന്നത്. ബെന്നിയൂരിൽ നിന്ന് കുണ്ടൂർ വരെ തലയിൽ സിറാജറ്റ് നടന്ന ഷെയ്ഖുനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടെന്ന് ഓർക്കണം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മക്കളോട്, ഞാൻ എൻ്റെ മുത്താലിമിങ്ങളോട് പറയാം, മക്കളെ ഒരു നിബന്ധനയും വേണ്ട. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു 10 പൈസ കിട്ടിയില്ലേ, വിഷമം വേണ്ട. അൽഹംദുലില്ലാ, ബികുല്ലി ഖത്വത്തിൻ 70 ഹസന, ഓരോ ചവിട്ടടി 70 കൂലിയാണ്. ആ ഒരു കൽബിൽ നമുക്കുണ്ടാകുക. അതോടുകൂടെ ഒരു നിബന്ധന, ഭക്ഷണം കടുപ്പ കിട്ടിയോ കിട്ടിയില്ലേ, എന്താണെങ്കിലും അൽഹംദുലില്ലാ. ഒരു വീട്ടുകാരോടൊരു വിഷമോ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിഷമം പ്രകടിപ്പിക്കേ, അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുത്ത് നഊദുബില്ല പറഞ്ഞു പോകരുത്. എൻ്റെ പുതിയ തലമുറയോട്, കുട്ടികളോട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. സമയം വൈകിയിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് ശൈഖുനയുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ.